തലൈവർ 173 ഡയറക്ടർ സിബി ചക്രവർത്തിയാണെന്ന് ഇന്നലെ അനൗൺസ് ചെയ്തപ്പോൾ ശരിക്കും ഞെട്ടി. അതിനൊപ്പം തന്നെ പുള്ളി എങ്ങനെ ഈ ഒരു ചിത്രത്തിൽ എത്തി എന്നറിഞ്ഞപ്പോൾ അതിലും ഞെട്ടി. കാരണം ആ ഒരു രീതിയിലുള്ള ജേണി ആയിരുന്നു പുള്ളിയുടേത്. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിന്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത് ശിവകാർത്തികേയന്റെ ഡോൺ എന്ന ചിത്രത്തിലൂടെയാണ്. ശിവകാർത്തികേയന്റെ ഡോൺ എന്ന ചിത്രമാണ് സിബി ചക്രവർത്തി ആദ്യമായി സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ആറ്റ്ലിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തതിനു ശേഷം ആദ്യമായി സംവിധാനം ചെയ്ത് ഒരുക്കുന്ന ചിത്രം കൂടെയായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ടായിരുന്നു. ശിവകാർത്തികേയന്റെ കരിയറിലെ നെക്സ്റ്റ് ഒരു 100 കോടി എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന ചിത്രത്തിന് ശേഷം അടുത്തൊരു 100 കോടിയൊക്കെ കളക്ട് ചെയ്ത് വലിയൊരു ഹിറ്റായി നിൽക്കുന്ന ഒരു ഡയറക്ടർ അടുത്തതായി പോയി കഥ നറേറ്റ് ചെയ്തിട്ടുള്ളത് രജനീകാന്തുമായിട്ടായിരുന്നു. അത് ഏകദേശം വേട്ടയൻ എന്ന ചിത്രമൊക്കെ നടക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു. ബട്ട് ആ ഒരു ഫൈനൽ സ്റ്റേജ് ഒക്കെ ആയപ്പോൾ ആ ഒരു പ്രൊജക്ട് നടക്കാതെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു പ്രൊജക്ട് നേരെ ചെന്ന് നാനിയുടെ എത്തിയിട്ടുണ്ടായിരുന്നു. നാനിയോട് ആ ഒരു കഥയൊക്കെ പറഞ്ഞപ്പോഴും അതും അങ്ങോട്ട് ഫൈനലൈസ്ഡ് ആയി ഒന്നും സെറ്റ് ആയില്ല. അങ്ങനെ വീണ്ടും ശിവകാർത്തികനുമായിട്ടൊരു ചിത്രം ചെയ്യാമെന്ന് സിബി ചക്രവർത്തി തീരുമാനിച്ചു. അതായിരുന്നു ശിവകാർത്തികേയന്റെ 24ാമത്തെ ചിത്രം. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ചിത്രം ഈ ജനുവരി മാസമായിരുന്നു തുടങ്ങാൻ ചിത്രത്തിന്റെ ടീമായാലും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പ്രൊജക്ടിന്റെ വർക്കിലാണ് അവര്. അപ്പോൾ പാരലി അപ്പുറത്ത് നടക്കുന്ന തലൈവർ രജനീകാന്തിന്റെ ചിത്രത്തിലോട്ട് വരികയാണെങ്കിൽ ജയിലർ 2 ശേഷമുള്ള തലൈവർ 173 ചിത്രം ആര് ഡയറക്ട് ചെയ്യുന്നുള്ള ആ ഒരു ഡൗട്ടിൽ അവർ നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ഒരുപാട് ആക്ടേഴ്സിന്റെ പേര് വരുന്നുണ്ട്. ലോകേഷ് കനരാജ്, നെൽസന്, കൂടാതെ തന്നെ അരുൺ കുമാർ, ഡ്രാഗൺ ചിത്രത്തിന്റെ ഡയറക്ടർ, ഡ്രാഗൺ ചിത്രത്തിന്റെ നായകനായിട്ടുള്ള പ്രദീപ് രംഗനാഥ്, അതിൻ്റെ ഇടയ്ക്ക് സിബി ചക്രവർത്തിയുടെ ഒക്കെ തന്നെ പേരായാലും വരുന്നുണ്ട്. ബട്ട് കൂടുതലായിട്ട് ലോകേഷ് ഒക്കെ ഡയറക്ട് ചെയ്യുമെന്നായിരുന്നു അപ്ഡേറ്റുകളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. പെട്ടെന്നൊരു ദിവസം അവർ അനൗൺസ് ചെയ്യുകയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് സുന്ദർ സി ആയിരിക്കുമെന്ന്. പലരും അന്ന് ആ ഒരു ടൈമിൽ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടും സുന്ദർ സിനെ ആണോ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എല്ലാവർക്കും തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ഒരു സിനിമ നന്നായിട്ട് വരുമെന്ന്. കാരണം സുന്ദർ സി ഡയറക്ട് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഹിറ്റാണ്. അവർ ആ ഒരു പുള്ളിക്കായാലും തമിഴ് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് സിനിമ ചെയ്യാനുള്ള ഒരു ടാലന്റ് ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പുള്ളി ഒരു കിടില സിനിമ ഒരു ഔട്ടിലോട്ട് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് അവർ നല്ലൊരു സിനിമ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതൊരു ഹൊറർ ആൻഡ് എന്റർടൈനർ ചിത്രമായിരിക്കുമെന്നൊക്കെ തന്നെയുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ തന്നെ വന്ന ഒരു ടൈമായിരുന്നു. പെട്ടെന്നാണ് ആ ഒരു ചിത്രത്തിന്റെ ടീം അനൗൺസ് ചെയ്യുന്നത് സുന്ദർ സിന്ന് ഈ ഒരു ഡയറക്ടറിൽ നിന്ന് മാറ്റുകയാണെന്ന്. അതോർത്ത് പലവരും ആ സമാധാനം ഇനിയും വേറെ ആരെങ്കിലും വരുമല്ലോ എന്നൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ അടുത്ത ഡയറക്ടറായി ആരാണ് വരുന്നതെന്നുള്ള എക്സൈറ്റ്മെന്റ് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഉടനെ ചിത്രത്തിന്റെ ടീം അനൗൺസ് ചെയ്യുന്നു അടുത്ത ഇപ്പോൾ ഇന്ന ദിവസം ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡയറക്ടർ അനൗൺസ്മെന്റ് വരുന്നുണ്ടെന്നും. അപ്പോൾ തലേദിവസം വരെ വന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഡ്രാഗൺ ചിത്രത്തിന്റെ ഡയറക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കാർത്തിക് സുബരാജ് ആയിരിക്കും അടുത്ത തലൈവർ 173 ചിത്രം ഡയറക്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു അപ്ഡേറ്റും വന്നു. തലൈവർ 173 ഡയറക്ട് ചെയ്യാൻ പോകുന്നത് സിബി ചക്രവർത്തി ആയിരിക്കുമെന്ന്. പുള്ളി ജനുവരിയിൽ ശിവകാർത്തികേയൻ ചിത്രത്തിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്ന ടൈമിൽ പെട്ടെന്നായിരുന്നു തലൈവർ 173യുടെ ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഒരു ജാക്ക് പോട്ട് അടിച്ച പോലെ പുള്ളിക്ക് തലൈവർ 173യിൽ വർക്ക് ചെയ്യാൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടി. ഇതൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഒരു 100 കോടി സിനിമ ചെയ്ത ഡോൺ എന്ന ഡയറക്ടറിലുള്ള ആ ഒരു വിശ്വാസത്തിലാണ് രജനീകാന്ത് തലൈവർ 173 പുള്ളിയുടെ കൈ ഏൽപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പുള്ളിയുടെ ഡോൺ എന്ന ചിത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ട് കണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു. ആ ഒരു ചിത്രത്തിന്റെ പോസ്റ്റ് ഡിസൈനിങ്ങിലൂടെ ആയിരുന്നു എനിക്ക് പേഴ്സണലി ആ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് ഒക്കെ തന്നെ കയറിയിട്ടുള്ളത്. ഫുള്ളി സാറ്റിസ്ഫൈ ആയിട്ടുള്ള ചിത്രം. പക്ഷേ പുള്ളിയുടെ രണ്ടാമത്തെ ചിത്രം എന്താണ് വരെ ഇത്ര ലേറ്റ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ ആരും എന്താ വർക്ക് ചെയ്യാത്തെന്നുള്ള ഡൗട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 4 വർഷത്തിന് ശേഷമാണ് പുള്ളിയുടെ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പോകുന്നത്. തലൈവർ രജനീകാന്തുമായിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു കാർത്തിക് സുബരാജ് ആയാലും RJ ബാലാജി ഒക്കെ ആയാലും. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിയാണ് ഇപ്പോൾ സിബി ചക്രവർത്തിനെ എന്ന ഡയറക്ടറിലോട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് തലൈവർ 173 ചിത്രം ഡയറക്ട് ചെയ്യാൻ. അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ട്. പുള്ളി നല്ലൊരു ഔട്ട്ലോട്ട് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു തലൈവർ 173യുടെ ആ ഒരു ഡയറക്ടറിക്കൽ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നപ്പോൾ അതിൽ കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ആ ഒരു ടാഗ് ലൈൻ ആണ് എവരി ഫാമിലി ഹാസ് എ ഹീറോ എന്ന ടാഗ് ലൈൻ. അതിനർത്ഥം ഇതൊരു ഫാമിലി ചിത്രമായിരിക്കുമെന്നാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പോസ്റ്ററിൽ തന്നെ നമുക്ക് പാസ്പോർട്ടിന്റെ, ബുള്ളറ്റിന്റെ, സിസേഴ്സിന്റെ ഒക്കെ തന്നെ പാർട്സ് നമുക്ക് ആ ഒരു പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ ഇതൊരു ആക്ഷൻ പാക്ഡ് എന്റർടൈനർ ചിത്രമായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ജയിലർ പോലെ വല്ല ഒരു ഫാമിലി ആക്ഷൻ എന്റർടൈനർ ചിത്രമാണെങ്കിൽ അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ ക്ലിയർ ആണ്. രജനീകാന്തുമായിട്ട് ഒന്നിക്കുന്നത്, കാരണം എല്ലാവരും രജനീകാന്ത് ചിത്രം ഡയറക്ട് ചെയ്യാൻ ഭയങ്കര രീതിയിൽ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ യൂത്ത് ഓഡിയൻസിനൊക്കെ ആ ഒരു പൾസ് അറിഞ്ഞ് അതേ ഒരു കിടിലം എന്റർടൈനറിന്റെ ഔട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്തൊരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അനിരുദ്ധാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. ചിത്രം അടുത്ത വർഷം പൊങ്കലിന് വേൾഡുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. അങ്ങനെ രജനീകാന്ത് ചിത്രങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാർസിന്റെ ചിത്രങ്ങളിലൊന്നും ഇപ്പോൾ ടൈറ്റിൽ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഏതൊരു അനൗൺസ്മെന്റിൽ തന്നെ ആ ഒരു റിലീസ് ഒന്നും കൺഫേം ആക്കാറില്ല. ഈ ഒരു ടൈമിൽ നേരത്തെ കൺഫേം ആക്കുമെങ്കിൽ പോലും പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്ത വർഷം പൊങ്കലിൽ ഈ ഒരു ചിത്രം വേൾഡുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്നും
തോന്നും. എന്തായാലും റിയലി എക്സൈറ്റഡ് ടു വാച്ച് ദിസ് മൂവി. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ തന്നെയുണ്ട് ഈ ഒരു ചിത്രത്തിൽ. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക.